തെളിവെടുപ്പിന് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാര് അവരുടെ ഈ പോക്കറ്റ് ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ മുഴുവൻ അവരെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അത് ഈ ഡൽഹി ബ്ലാസ്റ്റ് നമ്മൾ വിചാരിച്ച മാതിരി ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആസൂത്രണം ആയിരുന്നില്ല. തുർക്കി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതേ കണക്ക് തന്നെ പാകിസ്ഥാൻ അതിന്റെ സഹായവും തുർക്കിയുടെ ഹാൻഡ്ലേഴ്സും ഇവരെല്ലാരും കൂടി ചേർന്നുണ്ടായിരുന്നു ഈ വൈറ്റ് കോളർ ആ ഒരു തീവ്രവാദത്തെ പറ്റി ആസൂത്രണം. അല്ല, ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗവൺമെന്റ് എപ്പോഴെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ രാഷ്ട്രപിതാവ്? ഇല്ല, ഇപ്പം ഇന്ത്യയുടെ കാര്യത്തില് അവര് 15 ദിവസം സമയം ചോദിച്ചു കൊടുത്തിട്ടില്ല. പിറ്റേ ദിവസം നാളെ ആ പാടെ കൊടുത്തിരിക്കുന്നത് 2 ദിവസമാണ്. അത് കൊടുത്തിട്ട് ഈ ആൾക്കാരുടേതായിട്ടുള്ള കംപ്ലീറ്റ് റീഫണ്ട് ചെയ്യുക. അതേ കണക്ക് തന്നെ അവരുടെ ഏകദേശം 650 ഷെഡ്യൂള് ഇത് വെട്ടിക്കുറച്ചിട്ട് സ്പൈസ് ജെറ്റ് അത് എടുക്കുകയാണ്. അവരുടെ ഏകദേശം 650 മേലെ കാരിയേഴ്സ് റീഷെഡ്യൂൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ബുക്കിംഗ് എടുക്കുകയാണ്. അന്നേരം ഇന്ത്യക്ക് ഇനി ഇപ്പം എനിക്ക് തോന്നുന്നില്ല, കാര്യം അവര് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒരു എയർലൈൻസ് അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോ കംപ്ലീറ്റ് ഓവർകം ചെയ്തിരിക്കുകയായിരുന്നു ബാക്കിയുള്ള എയർലൈൻസിനും മൊത്തത്തില്. ഏതെങ്കിലും ഒരു ജോൺ സിസ്റ്റർ വന്നിട്ടുണ്ട്, ഞാനിപ്പോ തിരക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞു വന്ന ആ വിഷയം വന്നത് കൊണ്ടാണ്. പക്ഷെ തുർക്കിയുടെ കാര്യങ്ങളും അതിനകത്തുണ്ട്. തുർക്കി ഇപ്പം വലിയ രീതിയിൽ തുർക്കി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്ത്യയിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഹമാസിന്റെ കാര്യം പറയാനും തുർക്കി പറഞ്ഞിട്ടുണ്ട്. സിറിയയിലെ എങ്ങനെ ഈ ആൾക്കാർക്ക് അവിടെ ഒരു സമാധാനവും കാര്യങ്ങളും തുർക്കിയുടെ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതേമാതിരി തന്നെ ഹമാസിന്റെ അവിടെയും പാലസ്തീന്റെ അവിടെയും നമ്മൾ ആ ഒരു സമാധാനം ഉണ്ടാക്കും. അതിനകത്ത് മറ്റേ ഇസ്മയിൽ ഹനിയ, അയാള് ഇസ്മയിൽ ഹനിയ അല്ല, ഖലീൽ അൽ നെറ്റിന് പ്രശ്നമുണ്ട്. കേൾക്കുന്നില്ല. താഴെ കുറച്ച് വെൽക്കം ജാഗ്രത. ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജാഗ്രത ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോട് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. താങ്ക് യു. ഹലോ, കേൾക്കാമോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി ഇതിനകത്ത് ക്ലബ് ഹൗസിലേക്ക് കയറിയിട്ട് ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുഴപ്പമില്ല. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ടാകും അത് പറയുമ്പോൾ. തന്നെയുമല്ല, നിങ്ങൾക്കൊന്ന് മാന്യമായി വിമർശിച്ചൂടെ എന്ന് ചോദിക്കും. നമ്മൾ ഈ കിതാബാണ് വിമർശിക്കുന്നത്. ഈ കിതാബിനെ കുറിച്ച് പറയുന്നിടത്താണ് വിമർശനം വരുന്നത്. ഈ കിതാബ് മഹത്തായ മാനവിക ദർശനമുള്ള ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ, അതല്ല എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തിനകത്തുള്ള ചില വിശകലനങ്ങൾ എടുത്തു പറയുമ്പോൾ അത് അശ്ലീലമായി മാറുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഈ കിതാബിന്റെ കുഴപ്പം കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ ചേരികളില് സെക്യുലറിസ്റ്റ് സംഘടനകളിലൊക്കെ വലിഞ്ഞു കയറി അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ആശയങ്ങളെ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു. അപ്പോ എന്തിനാണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, വിമർശനങ്ങളാണെങ്കിൽ അതിന് മറുപടികൾ ഉണ്ടാകണം. മറിച്ച് വാസ്തവങ്ങളാണെങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാകത്തുമില്ല. ആയുധം ഉപയോഗിച്ചു മാത്രമല്ലാതെയും മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപാട് ജിഹാദുകൾ ഉണ്ട് എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഭീരുക്കളായ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഭയമാണ്. ധീരന്മാര് ജീവിതത്തിൽ ഒരിക്കലേ മരിക്കും. നമുക്ക് മരിക്കാനൊന്നും പേടിയില്ല.
ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഭൂരിപക്ഷം ഇനി എന്തു വിചാരിക്കും, അയ്യോ അവര് നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്ന് ഇസ്ലാമിന്റെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനത്തെ കുറിച്ച് തുറന്നു പറയാൻ നമുക്കൊരു പേടിയൂല. ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഭീകരന്മാർ. അതായത് നമ്മളോട് എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് ഇവരെ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. അപ്പോ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമുക്കിതൊന്നും വിമർശിക്കേണ്ട വസ്തുതയുമല്ല. പ്രവാചകനും അങ്ങനെ തന്നെയാ ചെയ്തത്. തലവെട്ടി സമാധാനം കണ്ടെത്തിയ പ്രവാചകൻ. അപ്പോ ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ മതം എന്താണെന്ന് പറയും. മതം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്താണെന്ന് നമ്മൾ പറയും. ഈ പ്രവാചകൻ എങ്ങനെയുള്ള ആളായിരുന്നുവെന്നും മതം എന്താണെന്നും മതഗ്രന്ഥങ്ങൾ എന്താണ് ഈ ലോകത്തിന് നൽകുന്ന മാനവിക ദർശനങ്ങളെന്നും നമ്മൾ തുറന്നു പറയും. ആ തുറന്നു പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ത്യയിലായതുകൊണ്ടും കേരളം ഇന്ത്യക്കകത്താണ്, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകളിൽ പെട്ടതിൽ ഒരാളാണ് ഞാനും. കാരണം എന്നേ തലയും കയ്യും കാലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഓടയിൽ കിടന്ന് ഉരുളുന്ന ഒരു അവസ്ഥ എത്തുമായിരുന്നു. ആദ്യം ഇവര് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്. കുടുംബങ്ങളെ ഇല്ലാതാക്കണം, മക്കളെ ഇല്ലാതാക്കണം, അപ്പോഴാണ് നമുക്ക് വേദനിക്കുക. കുടുംബത്തെ അകറ്റണം, അപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുക. പിന്നീട് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇല്ലാതാക്കണം. അതുകൊണ്ട് ഒരു പക്ഷേ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിലപ്പോൾ ഈ മതത്തിലേക്ക് മടങ്ങി വരുമായിരിക്കും. പക്ഷേ ഇത് വാസ്തവമല്ലെന്ന് നമുക്കറിയാം. സാക്ഷ്യം എന്ന് പറയുന്നത് കാണുന്നതാണ്, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സാക്ഷ്യം വഹിക്കുവാണ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ഇനി 2 3 പടച്ചോൻ ഉണ്ടെങ്കിലോ? പടച്ചോൻ തന്നെ പറയുന്നുണ്ട് ഒന്നിലധികം സൃഷ്ടാക്കന്മാരുണ്ട് എന്ന്. അപ്പൊ പിന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവര് ഇസ്ലാമിക നിയമപ്രകാരമാണ് സംസാരിക്കുന്നതെങ്കിൽ ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ കുടുംബങ്ങളിലും ഓരോ നിരീശ്വരവാദികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായി ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന നബി കുടുംബം എന്ന് പറഞ്ഞവർ കൊണ്ട് നടക്കുന്നതാണ് പാണക്കാട് തങ്ങളുടെ കുടുംബം. അവിടെ നിന്നാണ് ഒരു 16 വയസ്സുകാരിയായിട്ടുള്ള ഫാത്തിമ നർഗീസ്, ഒരു യുവാവാണ് മുമ്പിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത്. വന്ന് പറഞ്ഞത് എന്താ? അതുവരെ വാപ്പയും വാപ്പയുടെ കൂട്ടാളികളും അനുയായികളും എന്താണോ മതത്തിനെതിരെ പറഞ്ഞിരുന്നത്, മതത്തിന് അനുകൂലമാണെന്ന് അവർ വിചാരിക്കുവാണ്, മതത്തിനെതിരെ പറഞ്ഞിരുന്നത് അത് വന്ന് ആ കൊച്ചു തുറന്നു കാണിക്കുക ചെയ്തത്. കാരണം എന്താ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയാല് ഇവിടെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കസ്റ്റംസ് ആണ് അത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇവരുടെ ആചാര രീതികൾ പെണ്ണുങ്ങളെ തളച്ചിടുന്നതാണ്, പെണ്ണുങ്ങളെ പേറിയന്ത്രമാക്കി മാറ്റുന്നതാണ്. ആ പെൺകുട്ടി വിദ്യാഭ്യാസം നേടി, മതപരമായി തെറ്റ്. മുഖം പുറത്ത് കാണിച്ചു, മതപരമായി തെറ്റ്. ശബ്ദം പുറത്തിട്ടു, തെറ്റ്. മതത്തെ വിമർശിച്ചു, സോഷ്യൽ മീഡിയയിൽ വന്നു. ഒരു പുരുഷൻ ഇന്റർവ്യൂ ചെയ്യുന്നു. എത്രയെത്ര മതവിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി ചെയ്തത്. അവരാരെങ്കിലും ആ പെൺകുട്ടിയെ വിമർശിച്ച് നമ്മൾ കണ്ടോ? ഇല്ല. തിരുത്തുവാണ് ചെയ്യുന്നത്, തിരുത്തുവാണ്. കാരണം ആ കുടുംബത്തിലൊന്നും കയറി അങ്ങനെ അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഉമ്മച്ചി മരിച്ചു സെപ്റ്റംബർ 12-ാം തീയതി. ആ സമയത്ത് കാക്കാമാര് പറഞ്ഞത്, ജാമിദ നെഞ്ചത്തടിച്ച് കാറിക്കൂകി വിളിക്കുന്നു, അവളുടെ ഉമ്മ അങ്ങ് ചത്തുപോയി എന്ന്. എല്ലാവരുടെ ഉമ്മമാരും മരിക്കും. പടച്ചോൻ കൊടുത്ത ശിക്ഷയാണെന്ന് അങ്ങനെയാണെങ്കിൽ പടച്ചോൻ കൊടുത്ത അനുഗ്രഹത്തിൽപ്പെട്ട ഇവന്മാരുടെ ഒക്കെ ഉമ്മമാര് ജീവിച്ചിരിക്കണമല്ലോ. അപ്പൊ ഇവർക്ക് ദയയോ മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും രൂപത്തിൽ ഒരു പരിഗണനയോ ആർക്ക് നൽകണം എന്നിവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്കാണ് എന്തെങ്കിലും പറ്റുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണം, ഇവർക്കാണ് നൽകുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹങ്ങളാണോ അതോ അള്ളാഹു നൽകുന്ന നന്മയാണോ? ഒരു പരിധി വരെ ഇവരെന്താണ് പറയുന്നത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഇവർക്ക് പോലും അറിയില്ല. ഇവർക്ക് RSSനെ കുറ്റപ്പെടുത്തണം, BJPയെയും നരേന്ദ്രമോദിയെയും പറഞ്ഞൊരു മോദി ഫോബിയ പരത്തണം. ഇപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞല്ലോ ഗാന്ധിയെ കുറിച്ച്. മുസ്ലിങ്ങള് എത്രമാത്രം തല കൊയ്യാൻ വാളോങ്ങുന്നോ അത്രമാത്രം ഹിന്ദുക്കളൊന്ന് തലയങ്ങോട്ട് നീക്കി കൊടുത്തേക്ക്. ഒന്ന് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവര് വെട്ടി സുഖം പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം അങ്ങ് അടങ്ങുമല്ലോ. 1921 ഗാന്ധി പറഞ്ഞതാ.
അപ്പോ RSSനെ ബഹിഷ്കരിക്കണം, RSSനെ നിരോധിക്കണം, BJPയെ നിരോധിക്കണം, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം. ഇവിടെ ഒരു 5 വയസ്സുള്ള ഒരു UKGയിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു മുസ്ലിം മാതാവിരുന്ന് പഠിപ്പിക്കുക, മോളെ നീ എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കും? കുട്ടി പറയാണ്, നരേന്ദ്രമോദിയെ ഞാൻ കൊന്ന് ഇന്ത്യയെ രക്ഷിക്കും. ആ സ്ത്രീ അത് വീഡിയോ പിടിച്ച, കുട്ടിയെ സ്ത്രീ പഠിപ്പിച്ചതാണേ, പഠിപ്പിച്ച് കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ച് വീഡിയോ പിടിച്ച് പുറത്തിടുക. അതുപോലെ ഒരു അസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, പിന്നെ അവര് മറ്റേ പൂനൂരുകാരിയാ, അവര് പൂനൂര് അസ്ന വന്നിട്ട് പറയാണ്, നരേന്ദ്രമോദി ചായക്കടക്കാരാ, നായിന്റെ മോനെ, നിന്റെ തന്തയുടെ തന്ത, അങ്ങനത്തെ തന്ത, ഇങ്ങനത്തെ തന്ത, പൂരത്തെറിവിളി. ക്യാമ്പസ് തലങ്ങളിൽ പെൺകുട്ടികൾ വന്ന്, മോദി, അമിത്ഷാ, നിനക്കൊക്കെ പിന്നോട്ട് പോകാനിടമില്ല, സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ എന്തുകൊണ്ടാ? ഇവർക്ക് ഇസ്ലാം മത തീവ്രവാദം ഇവിടെ തഴച്ചു വളർത്താൻ തടസ്സമായി നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇവർക്ക് SDPIയെ നിരോധിക്കണമെന്ന് പറയാൻ, അവരുടെ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാവും. പോപ്പുലർ ഫ്രണ്ടിന്റെ, മുസ്ലിം ലീഗിന്റെ KM ഷാജിയൊക്കെ ഇവരൊന്ന് വിമർശിച്ചു നോക്കട്ടെ, പറയാമല്ലോ, നമുക്ക് കാണാമല്ലോ. അപ്പോൾ ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയും ലക്ഷണമൊത്ത തീവ്രവാദ പുസ്തകവും മുറുകെ പിടിച്ചിട്ട് ഇവര് പറയുന്നു, ഞങ്ങൾ കറകളഞ്ഞ മതേതരന്മാരാണ്. വാളുകൊണ്ട് പടുത്തുയർത്തിയ മതം സമാധാനം എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആർക്കാണിത് അറിയാത്തത്? വേഷം മാറിയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇന്നലത്തെ സെക്യുലറിസ്റ്റുകൾ എന്ന് ആർക്കാണ് അറിയാത്തത്? പകൽ പോലെ വ്യക്തമാണ്. ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും ഇവർ വാതോരാതെ സംസാരിക്കുമ്പോഴും ഒന്നാലോചിച്ചാൽ മതി, ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് മൃദു മുസ്ലിം പ്രീണനമാണ്. ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആര് തുറന്നു പറയും എന്നിടത്താണ് ഇവിടുത്തെ പ്രശ്നം ഉദിക്കുന്നത്. നന്ദി. ആരാണ്? ഇല്ലുമിനാടോ? നിന്റെ കുടുംബത്തിൽ നിന്നെ പോലെ ഒരു വഴിപിഴച്ചവൾ ഉണ്ടെന്ന് കരുതി എല്ലായിടത്തും അങ്ങനെയാണ്. എന്തായാലും നിന്റെ കുടുംബത്തിലൊക്കെ ഉള്ളത്ര വഴിപിഴച്ചവരൊന്നും എന്റെ കുടുംബത്തിലില്ല കേട്ടോ. ഇല്ല പാച്ചു, മുഹമ്മദ് നബിക്ക് ആൺമക്കളില്ല. പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ കുടുംബമാകുന്നത്? തങ്ങൾ കുടുംബം ആകത്തില്ല. മുഹമ്മദ് നബിയുമായി യാതൊരു ബന്ധവും ഈ തങ്ങൾ കുടുംബത്തിനില്ല. മുഹമ്മദ് നബിയുടെ ഒരു മകളാണ് ഫാത്തിമ. ആ ഫാത്തിമയെ വിവാഹം കഴിക്കുന്നത് അലിയാണ്. അവരുടെ പരമ്പരയാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. നേരിട്ട് സംസാരിക്കണമെങ്കിൽ മുകളിലേക്ക് കയറി വരാട്ടോ, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജേർണലിസ്റ്റ് ഒക്കെ എവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ നേരിട്ട് കയറി വരൂ, എന്നിട്ട് സംസാരിക്കൂ. അവരൊക്കെ ഇത്ര അല്ല, അവനും പറ്റുന്നില്ലെന്നേ. അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരി വന്ന് നിന്നിട്ട് പറയുന്നു, സഹോദരന്മാർക്ക് അതായിരുന്നു ഈ എന്റെ വല്ലാത്തൊരു. ഇപ്പോ സൗദിയിലെ നിരന്തരം മദ്യത്തെ സംബന്ധിക്കുന്ന വാർത്തകളും അതിന്റെ ലാഭവിഹിതങ്ങളും അതിന്റെ ബിസിനസ് സംവിധാനത്തെ കുറിച്ച്, സാധ്യതകളെ കുറിച്ചൊക്കെ വാതോരാതെ MBS പത്രസമ്മേളനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെ അറിയിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാള് ഡാൻസ്, പാട്ട്, കൂത്ത്, ആട്ടം, സിനിമാ തിയേറ്റർ, സ്ത്രീകൾക്ക് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാം, ഒറ്റയ്ക്ക് സഞ്ചരിക്കാം, തൊഴിലെടുക്കാം, അപ്പിക്കുപ്പായം വലിച്ചെറിയാം, എല്ലാ നിയമസാധുതകളും ഉണ്ടാക്കി കൊടുത്തു. അപ്പോ കേരളത്തിലെ കുറച്ച് മുസ്ലിം സ്ത്രീകൾ ബ്ലോഗർമാരാണ്. അവര് ചിന്തിച്ചു, എന്താ നമുക്കും ഒന്ന് കള്ളു കുടിച്ചാല്? ഇന്ന് മുസ്ലിം സ്ത്രീകൾ പർദ്ദയും മക്കനയും ഇട്ട് കള്ള് ഷാപ്പുകളിൽ കയറി ഇറങ്ങുക. ഞാനതിന്റെ വീഡിയോ പല തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കണ്ടായിരുന്നു സിസ്റ്ററെ, തട്ടമിട്ട് വ്ലോഗുകൾ ചെയ്യുക. ഒരുത്തൻ വന്ന് കള്ളൊഴിച്ചു കൊടുക്കുന്നു, നാരങ്ങ അച്ചാറ് തൊട്ട് നക്കുന്നത് ഉസ്താദുമാരുടെ മസ്തിഷ്കത്തിനേറ്റ തരിപ്പ ശരിക്ക് കൊടുക്കുന്നുണ്ട്. ഉസ്താദുമാര് കള്ള് ഷാപ്പുകളില്. ഇവർക്ക് തടയാൻ പറ്റുമോ? മുസ്ലിം പെൺകുട്ടികൾ ആട്ടവും പാട്ടുമായിട്ട് നടക്കുന്നു, എന്തേ ഇവർക്ക് തടയാൻ പറ്റാത്തത്? മുസ്ലിം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകുന്നു, ഇവർക്ക് തടയാൻ പറ്റുമോ? മുമ്പ് മറിയുമ്മ എന്ന് പറയുന്ന സ്ത്രീ മലപ്പുറത്ത് വിദ്യാഭ്യാസം നേടിയതിന്റെ പേരില് മുറുക്കി അവരുടെ മുഖത്ത് തുപ്പിയിരുന്നു എന്നാണ് അവരൊരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്നിട്ടും അവരതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരു പെൺകുട്ടി മലപ്പുറത്ത് ആദ്യമായി സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ചത് അയൽവാസിയായിട്ടുള്ള മുഹമ്മദ് യൂസഫ. 21-കാരന് ദഹിച്ചില്ല ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചപ്പോൾ. അതേ മണ്ണിൽ ഒരു ഫ്ലൈറ്റ് പൊങ്ങുവാണ് ഒരു 19-കാരി. മൊത്തവും സ്ത്രീകൾ മാത്രം ആ ഫ്ലൈറ്റില് പോകുന്നത്. എവിടേക്കാ? സ്വർഗം വാങ്ങിക്കാൻ പോകുക മക്കയില്. അതിനകത്തൊന്ന് തൊട്ടുമുത്താൻ വേണ്ടിയിട്ട് പോകുക. അപ്പൊ ഇന്ന് MBS വിമർശിക്കാൻ മാനവരിൽ മനോഹരനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് MBS. ആ മുഹമ്മദ് ബിൻ സൽമാനെ ഇവരൊന്ന് വിമർശിക്കട്ടെ. ഇവര് സക്കാത്ത് തെണ്ടാൻ വേണ്ടിയിട്ട് പോകുമല്ലോ സൗദി അറേബ്യയിലേക്ക്. ഈ കള്ളിന്റെ വരുമാനവും കൂടിയാണ് ഇനി ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ മദ്യം ഹറാമാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷെ ചില ഉസ്താദന്മാരൊക്കെ പറയുന്നുണ്ട് കള്ള് ഹലാലാണ്. MM അക്ബർ പറയുന്നുണ്ട് ഞാൻ കള്ളു കുടിച്ചു ലക്ഷദ്വീപിൽ പോയിട്ട്, നബി കുടിച്ചത് കൊണ്ടാണ് ഞാനും കുടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും 5 നേരം മദ്യപിക്കണം എന്നായിരുന്നു ഈ ഉച്ചയും കുത്തി മറിയേണ്ടതിന് പകരം ചെയ്യേണ്ടത് എന്ന് പടച്ചോൻ പറഞ്ഞിരുന്നെങ്കിൽ കള്ളു കുടിക്കാൻ ഒരു മനുഷ്യനെയും കിട്ടുമായിരുന്നില്ല. കാരണം 5 നേരവും പോയി കള്ളു കുടിക്കണ്ടേ, എന്നിട്ട് വന്ന് ഉച്ചയും കുത്തി മറിയണ്ടേ. 4-5 മുസ്ലിയാക്കന്മാര് മെമ്പറിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഫുൾ ഫിറ്റ് ആയിട്ട് നിന്നിട്ട് ഭാര്യയും മക്കളെയും ഒക്കെ തെറിയും പറഞ്ഞ് എന്തൊക്കെ ആകുമായിരുന്നു അവസ്ഥ. എന്തായിരുന്നാലും ഇതൊരു ട്രോളല്ല, ഞാൻ പറഞ്ഞത് ചിന്തിക്കാൻ ഒരു വാസ്തവമാ. 5 നേരം ഉച്ചയും കുത്തി മറിയാൻ പറഞ്ഞത് കൊണ്ട് ഉച്ചയും കുത്തി മറിയാൻ ആളില്ല. ഒരുപക്ഷെ 5 നേരവും നിങ്ങൾ മൂക്കറ്റം കുടിച്ച് പൂക്കുറ്റിയായിട്ട് തോന്നുന്നവരെ ഒക്കെ കയറി പിടിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കള്ളു കുടിച്ചിട്ട് ആളെ കൊന്നാൽ പോലും പിണറായി പോലീസിന് കേസെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ എതിർഭാഗം മുന്നോട്ട് വരും. ഇപ്പോ തലപ്പാവിട്ട് തട്ടമിട്ട് തൊപ്പിയിട്ട് ഉസ്താദുമാര് കള്ളു കുടിക്കുക. അതുപോലെ അറബ് രാജ്യങ്ങളില് പട്ടിയെ വളർത്താത്ത ആരാണുള്ളത്? എവിടെയാണ് ഇന്ന് മതം? സൗദി അറേബ്യയിൽ ഖുർആൻ ഓടയിലേക്ക് വലിച്ചെറിയുന്നു, ദുബൈയിൽ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയുന്നു. കേരളവും ഒന്നും അമാന്തിച്ചില്ല. ആക്രിക്കടകളില്, മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിലെ ആക്രിക്കടകളിൽ ദിനേന ഉസ്താദുമാര് കയറി ഇറങ്ങുക. ഖുർആൻ ഉണ്ടോ? ഖുർആൻ ഉണ്ട്. കാരണം ആളുകൾ വീട്ടിൽ വെച്ചിട്ടത് വേസ്റ്റ് ആണ്, അത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണത്. നമ്മളൊക്കെ നമ്മളുടെ നിർഭയത്വം കൊടുത്തിട്ട്, നമ്മുടെ സ്വസ്ഥമായിട്ടുള്ള കുടുംബ ജീവിതം കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിത്തന്നതാണ് ആ സ്വാതന്ത്ര്യം. ആ മതത്തെ വിമർശിക്കാനും വേണ്ടെങ്കിൽ വലിച്ചെറിയാനും ശരിയെന്ന് തോന്നുന്നതിനോടൊപ്പം ഉറച്ചു നിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇനി വരുന്ന തലമുറ ഇതിനേക്കാൾ ഭീകരമായി ഈ മതത്തിനെ മനസ്സിലാക്കും. ഇന്നിപ്പോൾ ഇപ്പൊ വന്ന ഒരു വാർത്തയാണ്, പാലക്കാട് ദാസ് ഹോസ്പിറ്റലില് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ബോംബ് വയ്ക്കുമെന്ന് ഐസിസിന്റെ ഭീഷണിയാണ്. ആ ഭീഷണിയിൽ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറുപടിയായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? സിറിയയിലായതുകൊണ്ടാണ് അതിന്റെ പേര് ഐസിസ് എന്നായത്. പലസ്തീനിലായതുകൊണ്ടാണ് അത് ഹമാസ് ആയത്. നമ്മുടെ ഇന്ത്യയില് SDPI, പോപ്പുലർ ഫ്രണ്ട്, ലീഗ് ഇവരൊക്കെ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? 6 നാട്ടിൽ 100 പേരുകളിൽ അറിയപ്പെടുന്നു. അവരിപ്പോൾ മെഡിക്കൽ കോളേജുകളെ ലക്ഷ്യം വെക്കുന്നു. ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ, ആശുപത്രികളെ, ആതുരാലയങ്ങളെ ലക്ഷ്യം വെക്കുന്നു. എന്താ കാരണം? ലാൻഡ് ജിഹാദ്. നമുക്ക് മാത്രം മതി ഭൂമി. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമികൾ മോഹവില കൊടുത്തു വാങ്ങി നമ്മൾ സ്വന്തമാക്കുന്നു. കച്ചവട സ്ഥാപനങ്ങൾ നമ്മളും മതി. അതുകൊണ്ട് എല്ലാത്തിലും നമ്മൾ ഹലാൽ എന്നങ്ങോട്ട് തൂറി മെഴുക്കുമെന്നിട്ട് തുപ്പിയതും തൂറിയതും മൂത്രമൊഴിച്ചതും ഒക്കെ കൊടുത്തു തുടങ്ങുന്നു. ബാംഗ്ലൂരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആൾക്കാർക്ക് ഒരു പ്രത്യേക പോപ്കോൺ. അതിനകത്ത് മുഹമ്മദ് നയാസ് എന്ന് പറഞ്ഞവൻ ഉപ്പിന് പകരം ദിവസവും മൂത്രമൊഴിച്ചായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത്. അവനെ വിമർശിക്കാൻ ആർക്ക് പറ്റും? കാരണം 5 കാഫിറെങ്കിൽ 5 കാഫിർ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ, ഇസ്ലാമിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, പടച്ചവനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവനൊരു മാറാരോഗം വന്നാൽ എത്ര നല്ലതാ. മുമ്പ് ഒരിക്കൽ ഒരുത്തി ദിവസവും ചപ്പാത്തി മൂത്രമൊഴിച്ച് കുഴച്ചു കൊടുക്കുമായിരുന്നു. ഒരുത്തി
എന്നിട്ട് അവസാനം അവളെ പിടിച്ചു. അപ്പൊ അവള് പറഞ്ഞത് എന്താ, എല്ലാവർക്കും കരൾ രോഗങ്ങളും വന്നു. അപ്പൊ ഇവരൊക്കെ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മുസ്ലിം ഭീകരത എത്രമാത്രം തീവ്രമാണെന്ന്. ചെറുതു മുതൽ വലുതു വരെ എല്ലാവരിലേക്കും അത് പാഞ്ഞു കയറിയിരിക്കുക. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, അത് പറയാനാ വന്ന, ഞാൻ മറന്നു പോയതാ. UK-യിൽ നിന്ന് ഐസിസിലേക്ക് പോയ ഐസിസ് വധു എന്നറിയപ്പെടുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഷമീമ ബീഗം. 13 വയസ്സ് മുതൽ ഇവൾക്ക് ഐസിസിനോട് പ്രേമം തുടങ്ങി. ആര് പറഞ്ഞു കൊടുത്തു 13-കാരിക്ക് ഐസിസിനെ കുറിച്ച്? നിമിഷ ഫാത്തിമ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് ഇസ്ലാമിലേക്ക് വന്നതല്ല. അഖില ഹാദിയ പെട്ടെന്നൊരു ദിവസം ഇസ്ലാം മതം സ്വീകരിച്ച ആളല്ല. ഇതിനൊക്കെ പെൺചിലന്തികളാകുന്ന മീഡിയേറ്റർമാരുണ്ട്. അവനവന്റെ മക്കളെ കാത്താ കൊള്ളാം. അപ്പൊ ഇവൾക്ക് ബ്രിട്ടനിലേക്ക് തന്നെ മടങ്ങി വരണം. അങ്ങനെ സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിനെ കുറിച്ച് പഠിക്കാൻ UK-യിലെ ഒരു വിഭാഗം ആളുകൾ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റി പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്കി എന്നാ പിന്നെ ബ്രിട്ടനിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാർമർ അദ്ദേഹം പറയുന്നു, പറ്റില്ല, നമ്മുടെ രാജ്യം പോരാ എന്ന് പറഞ്ഞ് ഈ 13 വയസ്സുകാരി 15-ാമത്തെ വയസ്സിലാണ് ഇവൾക്ക് ഐസിസിലേക്ക് പോകാൻ സാധിച്ചത്. 13 വയസ്സ് മുതൽ ശ്രമിക്കുമായിരുന്നു. സ്കൂളിലേക്ക് പോയതാ, ലണ്ടൻ സ്കൂളിലേക്ക് പോയ കുട്ടി പിന്നീട് കയ്യിൽ ഒരു കുഞ്ഞ് ആൺ ട്രോഫിയുമായിട്ട് വരികയാണ്. കെട്ടിയോൻ പൊട്ടിത്തെറിച്ചു, അവൾക്ക് ഇനിയും തിരിച്ചു വരണം, ഇവളെ ഒന്നും നമ്പാൻ പാടില്ല എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ NIA-ക്കാരൻ നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റ്യനെയും മെറിൻ ജേക്കബിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവരിൽ നിന്നും മനസ്സിലായത് ഒരിക്കലും അവരിൽ നിന്നും ഈ തീവ്രവാദം നഖശിഖാന്തം പോകത്തില്ല, അവരുടെ സിരകളിൽ അലിഞ്ഞു പോയിന്ന. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്പിയ നമ്പിനവൻ ഡാഷിന എന്നൊരു ചൊല്ലില്ലേ, അതുപോലെ ഇവരെ നമ്പാൻ പറ്റില്ല. നമ്മൾ പറയും, അയ്യോ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളവര്, അവരൊക്കെ ഞങ്ങളോട് എത്ര സ്നേഹമാ, എത്ര സഹകരണമാ. മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് നമ്മളെ നോക്കി കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ തൊടയിൽ നുള്ളു കിട്ടണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കിട്ടിയാലും ആ വേദനയുടെ ആഴം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ.